വ്ളോഗെല്ലാം മറ്റു ചിലവരുടെ വ്ളോഗുകളെല്ലാം കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ഇവിടുത്തെ ഒരു അടിപൊളി പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടി. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറഞ്ഞ പെർഫ്യൂം അവർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞു കടയാണ്, നമ്മൾ വ്ളോഗിൽ മറ്റുള്ളവരുടെ വ്ളോഗിൽ കാണുന്ന പോലെയല്ല. മേ ബി അതൊരു വേറെ ബ്രാഞ്ച് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും. ഞാൻ പോയ ബ്രാഞ്ചിൽ വളരെ ഒരു കുഞ്ഞു കടയും ഇഷ്ടം പോലെ മനുഷ്യരുമായിരുന്നു. എൻ്റെ പൊന്നോ, ആ കടയിൽ കയറിയിട്ടുണ്ടല്ലോ നമ്മുടെ മൂക്കടിച്ചു പോകും, അത്രയ്ക്ക് ഫ്രാഗ്രൻസിൻ്റെ ഒരു എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്ത്, അതായത് ഞാൻ മേടിച്ച എനിക്ക് വേണ്ടി ചെയ്ത ഈ ഒരു പെർഫ്യൂം ഞാൻ സിജീനേനെ കൊണ്ടാണ് ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്യിപ്പിച്ച് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ ആക്ഷൻ കണ്ടാൽ അറിയാലോ, മൂക്കടിച്ച് പോയി എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവളത് ടെസ്റ്റ് ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം അവളുടെ മൂക്കായിരിക്കും ഇപ്പോൾ ഫങ്ഷൻ ചെയ്യുന്നത്, എൻ്റെ മൂക്ക് ഒന്നുമില്ല. പിന്നെ എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവർ ഈ ഉണ്ടാക്കുന്നത് കാണാനായിട്ട് അവിടുത്തെ ചേട്ടന്മാരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എവിടെ എന്ത് എങ്ങനെയെന്നുള്ളത് എന്താ പറയുക, അവർക്ക് കാണാപ്പാടം അറിയാവുന്ന ഒരു ടൈപ്പിലാണ് കേട്ടോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിരുന്നു. പിന്നെ മനുഷ്യരുടെ തിക്കും തിരക്കും, എൻ്റെ പൊന്നോ, എത്ര മനുഷ്യർ വന്നിട്ട് എന്തോരം പെർഫ്യൂമേ ഉണ്ടാക്കിക്കൊണ്ട് പോകണമെന്നറിയാമോ. എനിഹാവ് ഞാനിപ്പോൾ സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് അത് അടിച്ചിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് മൂക്കിന് ഒരു ഐഡിയയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇത് യൂസഫ് ഭായിയുടെ ഒരു ബ്രാഞ്ചാണ് ദേറയിലുള്ളത് കേട്ടോ.